സാറ് വരാൻ പറഞ്ഞു. അകത്തേക്ക് പോയിക്കോളൂ. ഇപ്പൊ എന്തെങ്കിലും ഒരു കളി കളിക്കണല്ലോ. സാർ, സാറിനൊന്നും തോന്നരുത്, ഞാൻ ഒറ്റയ്ക്ക് ഹീറോയുടെ അടുത്ത് പോയി കഥ പറഞ്ഞോട്ടെ, അതിനുശേഷം സാറുള്ളോട്ട് വന്നാൽ മതി. അത് സാരമില്ല, നിങ്ങൾ പോയി കഥ പറഞ്ഞിട്ടോ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. നമുക്ക് സിനിമയല്ലേ പ്രധാനം. ആൾ ദി ബെസ്റ്റ്. ഇവൻ സമ്മതിപ്പിക്കുവോ? ഇവനെ വിശ്വസിക്കാവോ? പ്രൊഡ്യൂസർ സാറേ, ഞാൻ തന്നെ. എന്തൊരു ഡയറക്ടറാ അത്. അടിപൊളി കഥയാ സാറേ അത്. സത്യത്തിൽ ഇതുപോലൊരു കഥ ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഇനി എന്റെ ജന്മത്തിൽ ഇങ്ങനെ ഒരു കഥ കേൾക്കാനും പോകുന്നില്ല. അത്ര അടിപൊളിയാണ് സാറേ കഥ. അയ്യോ, എന്തൊരു കഥയാ സാറേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ കേട്ടിട്ടേ ഇല്ല. അടിപൊളി കഥയാണ് കേട്ടോ, നല്ല സ്റ്റോറി സെലക്ഷനാ സാറേ. സത്യം പറയട്ടെ, ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ ഞാനൊക്കെ സ്റ്റക്കായി പോയി എന്റെ പൊന്നു സാറേ. അയ്യോ, അത്ര നല്ലതാ സാറേ, അത്ര നല്ല കഥയാണേ. സൂപ്പർ ഡയറക്ടർ സാർ, ഫാന്റാസ്റ്റിക്. കഥ കേട്ട ശേഷമുള്ള സാറിന്റെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി സാർ. എന്റെ ലൈഫിൽ ഇതുപോലൊരു ഹീറോനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാർ. എന്താ ഗ്രാസ്പിംഗ് സാർ. കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഹീറോ സാറിന്റെ ഗ്രാസ്പിംഗ് കണ്ടിട്ട് ഞാനൊരു ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. വെറുതെ എന്നെ പുകഴ്ത്തു വന്നേ. ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ട അത് സൂപ്പർ ഹിറ്റ് അല്ലേ? എന്റെ ഡേറ്റ് എപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി അങ്കിളെ. അങ്കിളോ? അതെ അങ്കിൾ, ഒരു പ്രാവശ്യം മീറ്റ് ചെയ്താ നിങ്ങൾ പ്രൊഡ്യൂസറായിട്ട് ഞാൻ ഹീറോ ആയിട്ടൊന്നും ഇരിക്കാൻ പാടില്ല. നമ്മളൊരു കുടുംബമല്ലേ അങ്കിൾ. ഈ ചിത്രം നമുക്ക് സക്സസ് ആക്കേണ്ടേ അങ്കിൾ. ഞാൻ ഫാമിലി ആയിട്ടേ കാണുള്ളൂ. ഞങ്ങളും ആ ടൈപ്പ് ആനിയാ. ഇതൊന്ന് പിടിച്ചേ. ഇത് വെറും അഡ്വാൻസ് മാത്രമാ. ബാലൻസ് പൈസ ടൈം ടു ടൈം ചോദിക്കുമ്പോ കൃത്യമായിട്ട് തരും. അങ്കിൾ, അയ്യോ എന്തിനാ അങ്കിൾ ഇതൊക്കെ ഇപ്പൊ? സമയം ഇനി ഉണ്ടല്ലോ അങ്കിൾ. എനിക്ക് സ്റ്റോറിയാണ് വലുത്. അത് സെറ്റായല്ലോ, നമുക്ക് സക്സസ് ആക്കണ്ടേ ഇത്. ഇങ്ങരുടെ കഥ അടിപൊളിയാ, അതിന് ഞാൻ ദൃക്സാക്ഷിയല്ലേ അങ്കിൾ. എന്നാലും എന്റെ ഒരു സന്തോഷത്തിന് സെന്റിമെന്റ് ആയിട്ട് നോക്കിയാ ലക്ഷ്മി ദേവി വന്ന് നമ്മുടെ കഥവി മുട്ടുകയാണെങ്കിൽ തുറക്കുകയല്ലാതെ അടച്ചു വെക്കാൻ പാടില്ല. അതിനു വേണ്ടിയാ ഇത്. അങ്കിളെ പറഞ്ഞാട്ടെ. അങ്കിൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഞാൻ ഈ ചെക്ക് അങ്ങ് വാങ്ങുക. അത് തന്നെ. നിങ്ങളെ എനിക്ക് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ എല്ലാവരും ഒരു ഫാമിലി തന്നെ. എന്നാ ഞാൻ അങ്ങോട്ട്. ശരി, ശരി, ബൈ. ഹീറോ അടിപൊളിയാ, ഡയറക്ടറിന്റെ സെലക്ഷൻ ഉഗ്രൻ. ഹീറോയ്ക്ക് നിങ്ങൾ പറഞ്ഞ കഥ അങ്ങ് ഇഷ്ടപ്പെട്ടു. കഥ മാത്രമല്ല, ക്യാരക്ടറും ഇഷ്ടപ്പെട്ടു. ഹീറോ അങ്ങ് ആകാശത്തേക്ക് പോയി. എനിക്ക് നിങ്ങളുടെ സെലക്ഷൻ എല്ലാം അങ്ങ് പിടിച്ചു കേട്ടോ. ആദ്യം ഈ ചെക്ക് അങ്ങോട്ട് വാങ്ങിക്കേ. അയ്യോ, ഇപ്പോഴേ എന്തിനാ സാർ അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ? ഇപ്പൊ നമ്മൾ എല്ലാവരും ഒരു ഫാമിലി അല്ലേ? ഈ ചെക്ക് അങ്ങോട്ട് വാങ്ങിച്ചു വെക്കേ. സാർ ഇത്രയും നിർബന്ധിച്ചോണ്ട് ഞാൻ വാങ്ങാം സാർ. താങ്ക് യു സാർ. ഹീറോയ്ക്ക് നിങ്ങൾ പറഞ്ഞ കഥ അത്രത്തോളം ഇഷ്ടപ്പെട്ടെങ്കിലേ സിനിമ തീർച്ചയായും വലിയ ബ്ലോക്ക് ബസ്റ്ററാ. തീർച്ചയായും സാർ. ഇതുവരെ എന്നോട് ആ കഥ പറഞ്ഞില്ലല്ലോ. പറയാം സാർ. സാറിനോട് പറയാതെ എങ്ങനെയാ സാർ? പക്ഷെ അതിനു മുന്നേ ഹീറോയിനോട് കൂടി പറയണ്ടേ സാർ? എന്നാ കുറച്ചുകൂടി കോൺഫിഡൻസ് വരും. അപ്പൊ പറയാം സാർ. അപ്പോഴെങ്കിലും പറയുമല്ലോ അല്ലേ? എന്തായാലും പറയാം സാർ. എങ്കിലും ഓക്കെ.